ഇന്ന് സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ബീട്രൂട്ട് കൊണ്ട് ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു കേക്കിൻ്റെ റെസിപ്പിയാണ്. സംഭവം ഭയങ്കര ഹെൽത്തിയാണ്. ആദ്യം തന്നെ ഒരു കാര്യം പറഞ്ഞോട്ടെ, വീഡിയോ ഫുള്ളായിട്ടൊന്ന് കണ്ടു നോക്കുക. ഇഷ്ടപ്പെട്ട് യൂസ്ഫുൾ ആയി എങ്കിൽ മാത്രം ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. ഇതേപോലെ ഒരു കപ്പ് അളവിൽ ഈ ഒരു മീഡിയം സൈസിൽ നമ്മൾ ബീട്രൂട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുക. ആ കട്ട് ചെയ്തെടുത്ത ബീട്രൂട്ട് നമുക്ക് ആവിയിലിട്ടൊരു 5 മിനിറ്റ് നേരം ഒന്ന് സ്റ്റീം ചെയ്തെടുക്കണം. അപ്പോൾ ബീട്രൂട്ട് ഏകദേശം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അത് നല്ലതുപോലെ തണുത്തതിന് ശേഷം നമ്മുടെ മിക്സിയിലെ ചെറിയ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. അതിലേക്ക് നമ്മളിവിടെ 1 കപ്പ് പാൽ എടുത്തിട്ടുണ്ട്. അതിൽ 1/2 കപ്പ് പാൽ ഒഴിച്ചു കൊടുത്ത് നല്ലതുപോലെ ഇതേപോലെ പ്യൂരി ആയിട്ടൊന്ന് അരച്ചെടുക്കണം. അത് വേറൊരു ബൗളിലേക്ക് മാറ്റി ഒരു വിസ്ക് ഉപയോഗിച്ച് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി നമ്മൾ നേരത്തെ 1/2 കപ്പ് പാൽ എടുത്തല്ലോ, ബാക്കിയുള്ള പാലും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി മധുരത്തിനായിട്ട് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് 1/2 കപ്പ് അളവിൽ ശർക്കര പൊടിയാണ് കേട്ടോ. അപ്പം ശർക്കര പൊടി ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ശർക്കര പാനിയാക്കി ഇട്ട് കൊടുത്താൽ മതി. ഇപ്പോൾ 1/2 കപ്പ് അളവിൽ ശർക്കര എടുത്തിട്ട് ഒരു 1/4 കപ്പ് അളവിൽ വെള്ളം കൂടെ ചേർത്ത് പാനിയാക്കി എടുത്താൽ മതി കേട്ടോ. ഇനി അതിലേക്ക് ഇട്ട് കൊടുത്തത് നെയ്യാണ്. ഒരു വലിയ ടേബിൾ നെയ്യും കൂടി ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇങ്ങനെ നെയ്യ് ഇങ്ങനെ കട്ടകട്ടായിട്ട് കിടക്കും, അത് കുഴപ്പമൊന്നുമില്ല. നമ്മളെല്ലാ ഇൻഗ്രീഡിയൻസും കൂടി ഇടുമ്പോഴത്തേക്ക് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ആയിട്ട് വരും. ഇനി അതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് പൊടി ഗോതമ്പാവാണ്. 1 കപ്പ് അളവിൽ ഗോതമ്പാവ്, 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 2 വലിയ ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ, ഇതെല്ലാം കൂടി ഇട്ട് കൊടുത്ത് നല്ലതുപോലെ നമ്മളൊന്ന് മിക്സ് ചെയ്തെടുക്കണം. കേക്കിൻ്റെ ബാറ്റർ പോലെ അത്യാവശ്യം എന്താണ് സിക്സാക് മോഡലിൽ വിടുന്ന ആ ഒരു പരുവമല്ല, ഇതേപോലെ ഈ ഒരു കട്ടിയായിട്ടുള്ള പരുവത്തിലാണ് നമുക്ക് കിട്ടേണ്ടുന്നത്. ഓവർ കട്ടിയല്ല, എന്നാൽ ഓവറായിട്ട് ആ ഒരു സിക്സാക് മോഡലും അല്ല. നിങ്ങൾക്കിപ്പോൾ കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടല്ലോ. ഇനി നമ്മളൊരു കേക്കിൻ്റെ മോൾഡ് എടുക്കുക. അതിലേക്ക് കുറച്ച് നെയ്യാണ് കേട്ടോ തടവി വയ്ക്കുന്നത്. ബട്ടർ പേപ്പർ ഒന്നും ഇല്ലെങ്കിലും നെയ്യോ അതല്ലെങ്കിൽ ഏതെങ്കിലും ഓയിലോ തടവിയാൽ മാത്രം മതി. ബട്ടർ പേപ്പറിൻ്റെ ഒന്നും ഒരാവശ്യമില്ല, നല്ല ഈസി ആയിട്ട് നമുക്ക് അതിൽ നിന്ന് വിട്ട് കിട്ടും. ഇനി എല്ലാം ഒഴിച്ചതിന് ശേഷം ഇതേപോലെ ഒന്ന് എയർ ബബിൾസ് ഒന്നും ഇല്ലാതെ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. പിന്നെ കുറച്ച് ഡെക്കറേഷന് വേണ്ടി കുറച്ച് ചെറിയും കൂടെ മുകളിലായിട്ട് ഞാൻ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇതൊന്നും ഓപ്ഷണലാണ്. പിന്നെ എനിക്ക് ഏറ്റവും ഫേവറേറ്റ് വെളുത്ത എള്ളാണ് കേട്ടോ. നല്ല രസമാണ് കഴിക്കാൻ. എല്ലാവർക്കും ഇഷ്ടമല്ല, പക്ഷേ എനിക്കിഷ്ടമാണ്. അതുകൊണ്ട് കുറച്ച് വെളുത്ത എള്ളും കൂടെ അതിന് മുകളിലേക്ക് വിതറി കൊടുക്കുക. ഇനി ഞാനിവിടെ ഓവനൊന്നും ഇല്ലാത്തത് കൊണ്ട് യൂഷ്വൽ സെറ്റപ്പ് നമ്മൾ ചീനച്ചട്ടി വെച്ച് അതിലേക്ക് ഒരു തിരിവ് വെച്ച് മീഡിയം ഫ്ലെയിമിൽ 5 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്യുക. അതിലേക്ക് നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ ഒരു മോൾഡ് വെച്ച് കൊടുത്ത് നല്ല അടച്ച് വെച്ച് ലോ ഫ്ലെയിമിൽ 25 മുതൽ 30 മിനിറ്റ് വരെ ഒന്ന് വേവിച്ചെടുത്താൽ നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതിനുശേഷം നല്ലതുപോലെ തണുത്തതിന് ശേഷം നമുക്ക് ഡിമോൾഡ് ചെയ്തെടുക്കാം. തണുത്തതിന് ശേഷം മാത്രം കേക്ക് ഡിമോൾഡ് ചെയ്തെടുക്കുക കേട്ടോ, അല്ലെങ്കിൽ അവിടെ ഇവിടെ വിണ്ട് കയറിപ്പോവും. അപ്പോൾ നമ്മുടെ കേക്ക് കണ്ടില്ലേ, നല്ല രസമാണ്. കാണാൻ മാത്രം അല്ല, കഴിക്കാനും നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. നല്ല സംഭവം ഹെൽത്തി ആയിട്ടുള്ളൊരു കേക്കാണ്. കഴിക്കുമ്പോൾ അത്ര നമ്മൾ ബീട്രൂട്ട് കൊണ്ട് ഉണ്ടാക്കിയാണെന്നൊന്നും നമുക്ക് തോന്നില്ല. ഒരു ചോക്ലേറ്റ് കേക്ക് കഴിക്കുന്ന ഒരു ഫീലാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ നേരത്തെ പറഞ്ഞ പോലെ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.